ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2022 രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ 2022 ചോദിച്ച ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇഫ് ദ ഫിഗർ ആംഗിൾ C ഈക്വൽ ടു 110, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ചിത്രത്തിൽ ആംഗിൾ സി 110 ഡിഗ്രിയും ആംഗിൾ എയുടെ അളവ് കണക്കാക്കുക. ഒരു മാർക്കിന് 2022 ചോദിച്ച ചോദ്യമാണ്. കൊറോണ സമയം കഴിഞ്ഞ് വന്ന സമയത്താണ്, അപ്പോൾ ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കി, ആംഗിൾ സി 110 എ ആണ് ചോദിച്ചിട്ടുള്ളത്. ABCD എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ അറിയാം, അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. 4 മൂലകളും എവിടെയാണ്? ഓൺ ദ സർക്കിളാണ്, വൃത്തത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വേർട്ടിസസ് കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അതിൽ ആംഗിൾ സി 110 ഡിഗ്രിയാണ്. സോ ആംഗിൾ എ പ്ലസ് 110 ഡിഗ്രി ഈക്വൽ ടു 180. അതിൽ നിന്ന് ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 110, ദാറ്റ് ഈസ് 70. അപ്പോൾ ആംഗിൾ എയുടെ വാല്യൂ എത്രയാ? 70 ഡിഗ്രി. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം: ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ടു ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 50 ഡിഗ്രിയും 60 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരക്കുക. ഇവിടെ റേഡിയസ് ആരം 3 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 50 ഡിഗ്രിയുടെ ഇരട്ടി എടുക്കുക 100, അതേപോലെ 60ൻ്റെ ഇരട്ടി 120 കൊടുക്കുക. ഇനി നമ്മൾ വരക്കാൻ പോവാണ്. ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരക്കുക. അതിനുശേഷം നമ്മളൊരു ഒരു റേഡിയസ് വരക്കുക. ഓക്കെ, ഒരു റേഡിയസ് ഞാനിവിടെ വരക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളാം. നമുക്ക് ആംഗിളുകൾ അടയാളപ്പെടുത്താൻ ഒരു റേഡിയസ് നമുക്ക് വേണം, അത് അത്യാവശ്യമാണ്. ആൻഡ് ദാറ്റ്സ് വൈ വി ജസ്റ്റ് ഡ്രോ 1 റേഡിയസ് ഓൺ ദി സർക്കിൾ. നമ്മൾ ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മളുടെ 100 ഡിഗ്രി, ആദ്യം നമുക്ക് 100 ഡിഗ്രി, 50ൻ്റെ ഓപ്പോസിറ്റ് 100 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ആ 100 ഡിഗ്രി ഞാൻ വരക്കുകയാണ്. സർക്കിൾ ടച്ച് ചെയ്യുന്നത് വരെ വരച്ചാൽ മതി. ഞാൻ സോഫ്റ്റ്വെയറിലായപ്പോൾ അത് മേലെ നിന്ന് ഇങ്ങനെ വരച്ചപ്പോൾ ഫുള്ള് വന്നു എന്നുള്ളൂ. ഇനി അടുത്തത് 120 ഡിഗ്രി. എവിടേക്കാണോ 0 പോകുന്നത്, ഇപ്പോൾ ഇവിടെ 0 പോകുന്നത് ഇതാ ഇടപ്പേനയുടെ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ 0 നിന്ന് തുടങ്ങിയിട്ട് 120 ഇതാ ഇവിടെ വരും. ഓക്കെ, അങ്ങനെ എങ്ങോട്ടാണ് 0 പോകുന്നത് നോക്കിയിട്ട്, അതുകൊണ്ടാണ് നമുക്ക് 2 സൈഡിലും 0 വരുന്നത്. ഇനി ഈ സർക്കിളിൽ ടച്ച് ചെയ്ത് ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമ്മൾ സർക്കിളായി. അത് നമുക്ക് വരച്ച ആംഗിളുകളൊന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാൻ 100 ഡിഗ്രി വരച്ചു, രണ്ടാമത് ഞാൻ 120 ഡിഗ്രിയും വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന ഈ 3 മൂലകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജോയിൻ ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് അവർ ട്രയാങ്കിൾ. അതാണ് നമ്മളുടെ ട്രയാങ്കിൾ, ത്രികോണം എന്ന് പറയുന്നത്. ഈ 100ൻ്റെ ഓപ്പോസിറ്റ് 50 വരും, അഥവാ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയാണ് സർക്കിളിൽ വരിക. 120ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് 60 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 2 കോണുകളുമായി ആയില്ലേ? കണ്ടോ, 100ൻ്റെ ഓപ്പോസിറ്റ് 50 കിട്ടും, 120ൻ്റെ ഓപ്പോസിറ്റ് 60 കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള 2 ആംഗിൾ ആയില്ലേ, റേഡിയസിൽ സർക്കിളും ആയില്ലേ? ഓക്കെ, അപ്പോൾ ഈ ചിത്രം നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. ചില വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് a question: in the figure AB is the diameter. In the figure AB is the diameter of the circle. Line CD is perpendicular to AB. AP equal to 8 cm, PB equal to 2 cm. Find the length of PC. ചിത്രത്തിൽ AB വൃത്തത്തിൻ്റെ വ്യാസമാണ്. CD എന്ന വര ABക്ക് ലംബമാണ്. AP 8 ആണ്, PB 2 ആണ്, PCയുടെ നീളം കാണുക. 2 മാർക്കിന് ചോദിച്ചിട്ട് ചോദ്യം. ഓക്കെ, പിന്നെ ഒരു ചിത്രം വരക്കാനാണ്, അത് 4 മാർക്കിന്. മൊത്തം 6 മാർക്കിനുള്ള ചോദ്യമാണ്. കൊറോണ കഴിഞ്ഞ് വരുന്ന ബാച്ചിൽ നമ്മൾ 6 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് അല്ലേ, അതേ ലെറ്ററുകൾ തന്നെയാണ്. PA ഇൻറ്റു PB ഈക്വൽ ടു എന്താണ്? PC സ്ക്വയർ ആണ്. ഓക്കെ, PA നമുക്കറിയാം 8 ആണ്, PB നമുക്കറിയാം 2 ആണ്. അപ്പോൾ 8 ഇൻറ്റു 2 ഈക്വൽ ടു PC സ്ക്വയർ. 2 8 16. ഓക്കെ, PC സ്ക്വയർ 16 ആണെന്നുണ്ടെങ്കിൽ PC എന്തായിരിക്കും? √16, ആൻഡ് ദാറ്റ് ഈസ് 4. അപ്പോൾ PCയുടെ നീളം എത്രയാ? 4. അപ്പോൾ PC കിട്ടിയ എത്രയാ?
4. ഇനി നമുക്ക് എന്താ 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ചിട്ട് ആ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കണം. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം നമ്മൾ വരക്കണം. ഞാൻ ആ സ്കെയിൽ എടുത്തിട്ട് അതിൽ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. ഇനി നമുക്ക് നമ്മളുടെ വീതി വരക്കാം. അത് എത്ര സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്റർ. കറക്റ്റ് ആ പൂജ്യത്തിൻ്റെ വര നമ്മുടെ 90 ഡിഗ്രി ആ ലൈനിന് കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെയിൽ വെക്കാൻ. അപ്പോഴേ നമുക്ക് അവിടെ 90 ഡിഗ്രി ഉണ്ട് എന്നുള്ളതൊന്ന് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. ഇനി 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ആ 3ൻ്റെ അവിടുന്ന് വീണ്ടും നമ്മളൊരു 5 സെൻറ്റിമീറ്റർ വരച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ലെങ്ത്ത് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം മറ്റ് 2 എൻഡുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ റെക്റ്റാങ്കിളിനെ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് ദാറ്റ് അവർ റെക്റ്റാങ്കിൾ. ആ ഓക്കെ, അവിടെ അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ 5 സെൻറ്റിമീറ്റർ ഉള്ള അടുത്ത ലൈനും കൂടിയും വരയ്ക്കുകയാണ്. വരച്ചു. ഇനി ഈ 2 അറ്റങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിമുട്ടിച്ചാൽ മതി. ആൻഡ് വി വിൽ ഗെറ്റ് അവർ റെക്റ്റാങ്കിൾ. നമുക്ക് നമ്മുടെ ചതുരം കിട്ടും. ഇനി ഈ വീതി നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് നീട്ടി വരക്കാം, അല്ലെങ്കിൽ സ്കെയിലിൽ നിങ്ങൾ ഈ 5ൻ്റെ കൂടെ ഒരു 3 കൂടി നീട്ടി വരച്ചാൽ മതി. വരക്കുമ്പോൾ ആ ലെങ്ത്ത് കംപ്ലീറ്റ് എടുത്തിട്ട് തന്നെ വരക്കണം. ഞാൻ ഇവിടെ സ്കെയിൽ വെക്കുന്നത് ശ്രദ്ധിച്ചോണം, അതേപോലെ തന്നെ വരക്കണം കേട്ടോ. എന്നിട്ട് ഒരു 8 സെൻറ്റിമീറ്റർ നീട്ടി വരക്കുക. കാരണം ആ 3 സെൻറ്റിമീറ്റർ കറക്റ്റ് കിട്ടാനാണ് നമ്മൾ കോമ്പസിൽ ആ ലെങ്ത്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി ആ ലൈനിനെ കറക്റ്റായിട്ട് വെക്കുക. അങ്ങനെ. ഇനി നമ്മളിപ്പോൾ വരച്ച വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരക്കണം. ഈ വരയുടെ പകുതിയിൽ കൂടുതൽ എടുക്കുക. ആ 5 സെൻറ്റിമീറ്റർ എടുത്താൽ മതി, പകുതിയിൽ കൂടുതലായി. ഇനി അതല്ല, ഞാൻ അതിൻ്റെ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. മറ്റേത് 3 അല്ലേ ഉള്ളൂ. മുകളിൽ ഒന്ന് വരച്ചു, താഴെ ഒന്ന് വരച്ചു. ഇനി ഇപ്പുറത്തെ എൻഡിൽ കുത്തിയിട്ട് ഈ വരച്ച പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്നും കൂടി കട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ പറ്റുള്ളൂ. താഴത്തത് ഞാൻ കട്ട് ചെയ്തു, മേലത്ത് കട്ടായിട്ടില്ല. അപ്പോൾ അവിടെ വരച്ചിട്ട് പിന്നെ വീണ്ടും അപ്പുറത്ത് വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക? കട്ട് ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ. കട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇപ്പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും, ലംബ സമഭാജി കിട്ടും. ഇനി ഇതാ ആ ലംബ സമഭാജി കട്ട് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ദൂരത്തേക്കുള്ള, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ വീതിയെ നമ്മൾ ആ അർദ്ധവൃത്തത്തിലേക്ക് മുട്ടിക്കുക. ഇതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ചിത്രങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നീട്ടി വരക്കും. ജസ്റ്റ് ഒന്ന് കുറക്കാം നമുക്ക്. ഓക്കെ, ഇനി ആ ലെങ്ത് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചിട്ട് സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിനെ നീട്ടി വരക്കും. അപ്പോൾ 2 സൈഡായി. ഇനി ഈ 2 സൈഡിൻ്റെയും അറ്റത്തുനിന്ന് നമ്മൾ മുകളിലേക്ക് ഓരോ ആർക്കുകൾ വരച്ചുകൊണ്ട് ആർക്കുകളെ കൂട്ടിമുട്ടിക്കുക. നമ്മുടെ ആ റെക്റ്റാങ്കിൾ, ആ സ്ക്വയറിൻ്റെ അതേ ലെങ്ത് തന്നെ ആയിരിക്കണം നമ്മൾ ആർക്ക് വരക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ മറ്റേ 2 ഇതും കൂടിയും കിട്ടും, സൈഡും കൂടിയും കിട്ടും. അതിനെ കട്ട് ചെയ്യുക. അങ്ങനെ ആയിവാ. ഇനി നമ്മളതിനെ സ്ക്വയറാക്കി മാറ്റുക. ഈ 2 അറ്റത്തുനിന്നും ഓരോ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി, നമ്മുടെ സ്ക്വയറായി. ഇങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൽ നിന്നും ഒരു സ്ക്വയർ വരയ്ക്കുന്ന മെത്തേഡ്. അപ്പോൾ മക്കളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരയ്ക്കണത്. വരച്ച് പഠിക്കുക. വരയ്ക്കാനുള്ള ചോദ്യം ചോദിക്കും എന്നുള്ള കാര്യം സംശയിക്കേണ്ട, അത് ചോദിക്കും. ഓക്കെ.
അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ചിട്ട് അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം നമ്മൾ വരച്ചു. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ 2022 എന്താ പറയുക നമ്മളുടെ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മീൻസ് ആ എക്സസൈസ് മീൻസ് മറ്റേതല്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്കൗട്ട് അല്ലേ. ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.